തവനൂരിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS ജോയിയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ സൗജന്യ ഗൾഫ് യാത്ര വാഗ്ദാനം ചെയ്ത ലീഗ് നേതാവ് CP ബാവഹാജിക്കെതിരെ കേസെടുത്ത പോലീസ്. ഇതോടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ നിയമക്കുരുക്കിലേക്ക്. ബാവഹാജിയുടെ പ്രസംഗം എഡിറ്റർ ലൈവ് പുറത്തുവിട്ടതിന് പിന്നാലെയാണ് പോലീസ് നടപടിയുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 23-ന് മംഗലത്ത് നടന്ന പഞ്ചായത്ത് UDF കൺവെൻഷനിലായിരുന്നു ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷനായ CP ബാവഹാജിയുടെ പ്രസംഗം. എനിക്ക് തോന്നുന്നു മംഗലത്ത് തന്നെയാണ് അതിന് അവകാശികളുള്ളത്. അത് UAE പോകാൻ ഒരു റിട്ടേൺ ടിക്കറ്റും 15 ദിവസം നിങ്ങൾക്ക് താമസിക്കാനുള്ള അക്കോമഡേഷനും സ്പോൺസർ ചെയ്ത്. ഓക്കെ, അത് മംഗലം തന്നെ അടിക്കുന്ന എനിക്ക് തോന്നുന്നത്. അടിക്കുകയാണെങ്കിൽ മംഗലത്തിന് അടിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അത് നിങ്ങൾ നിറവേറ്റണം. നിങ്ങളുടെ ബൂത്തിലാണ് നിങ്ങളുടെ പണി. ബൂത്തിൽ നിങ്ങൾ ഇരുന്നിട്ട് നിങ്ങൾ ഓരോരുത്തരെയും ബൂത്ത് ആരാണ് ലീഡ് ചെയ്യണം നോക്കണം. ഏത് ബൂത്താണ് ലീഡ് ചെയ്യുന്നത് അതിനും കൂടി പഞ്ചായത്ത് എന്തെങ്കിലും ഒരു പ്രൈസ് പറയണം. അതിനും കൂടി പഞ്ചായത്ത് ഒരു പ്രൈസ് പറഞ്ഞു. ഏത് ബൂത്താണ് ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യുന്ന പഞ്ചായത്തിന് എന്താ പറയണ്ടത്? പഞ്ചായത്തും ഒരു ടിക്കറ്റ് കൊടുക്കും പറഞ്ഞത്. ഒരു റിട്ടേൺ ടിക്കറ്റ് പഞ്ചായത്തോട് ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യുന്ന ബൂത്ത് ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യണം കേട്ടാ. ഇനി തമാശയും കളിയൊന്നുമില്ല. നമുക്ക് വോട്ട് ചെയ്യലും വോട്ട് ചെയ്യലാണ്. ചേർക്കാനും ഇപ്പൊ സമയമില്ല. അപ്പൊ അതുകൊണ്ട് അതിനുള്ള പണിയെടുക്കുക. തവനൂരിലെ UDF സ്ഥാനാർത്ഥിയായ കോൺഗ്രസ് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ജോയ് കൺവെൻഷനിലേക്ക് കടന്നുവരുന്നതിനിടെയായിരുന്നു CP ബാവഹാജിയുടെ സമ്മാന പ്രഖ്യാപനം നടക്കുമ്പോൾ സ്ഥാനാർത്ഥിയും വേദിയിലുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം സമ്മാനിക്കുന്ന പഞ്ചായത്ത് UDF കമ്മിറ്റിക്ക് 15 ദിവസത്തെ ഗൾഫ് യാത്രയായിരുന്നു വാഗ്ദാനം ചെയ്തത്. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. ഗൾഫിലേക്കുള്ള വിമാന ടിക്കറ്റും താമസ ചെലവും ഉൾപ്പെടെ വഹിക്കുമെന്ന് പ്രഖ്യാപിച്ച ബാവഹാജി ഇതിന്റെ പേരിൽ കേസ് വന്നാൽ നേരിടാൻ തയ്യാറാണെന്ന് പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു. ഫാമിലിയായിട്ട് കൊടുക്കൂ. ഫാമിലി അപ്പോ ഞാൻ പറഞ്ഞെന്താണെന്നറിയോ, ജോയി എല്ലാം വാഗ്ദാനം ചെയ്യുന്നത്, സ്ഥാനാർത്ഥി വാഗ്ദാനം ചെയ്തെന്ന് പറയണ്ട കേട്ടോ. ഞാനാണ് CP ബാവാജി എന്ന് പറഞ്ഞാൽ ഞാനാണ് വാഗ്ദാനം ചെയ്യുന്നത്. ആർക്കെങ്കിലും കേസ് എടുക്കണമെങ്കിൽ എന്റെ പേരിൽ എടുത്താൽ മതി. അപ്പൊ അതുകൊണ്ടാണ് എന്റെ പേരിൽ ഏതായാലും പൊതുവരെ കേസൊന്നും ഇല്ല. അപ്പൊ നിങ്ങളൊരു കേസ് വന്നോട്ടെ. സംഭവം എഡിറ്റർ ലൈവ് പുറത്തുവിട്ടതോടെ വൻ വിവാദമായിരുന്നു. തവനൂരിലെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ KT ജലീൽ ഉൾപ്പെടെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നു. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ തവനൂർ നിയോജക മണ്ഡലം വരണാധികാരിയായ സബ് കളക്ടർ ദിലീപ് കൈനിക്കര നിർദ്ദേശം നൽകിയതോടെയാണ് പോലീസ് നടപടികൾ ആരംഭിച്ചത്. തുടർന്ന് പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ സംഭവം നോൺ കോഗ്നൈസബിൾ ഗണത്തിൽ പെടുന്നതായതിനാൽ തിരൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് റിപ്പോർട്ട് നൽകിയ ശേഷം കോടതി നിർദ്ദേശപ്രകാരമാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. തിരൂർ SHO അനിൽകുമാറാണ് കേസ് അന്വേഷിക്കുക. കുറ്റം തെളിയിക്കപ്പെട്ടാൽ സ്ഥാനാർത്ഥിയുടെ വിജയം റദ്ദ് ചെയ്യാനും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അയോഗ്യത കൽപ്പിക്കാനും വരെ കാരണമാകാവുന്ന വകുപ്പുകളാണ് പോലീസ് ബാവഹാജിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇവയിൽ പ്രധാനമായും റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950, 1951, 1989 പ്രകാരമുള്ള 1, 2, 3 കുറ്റം ചുമത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരെയോ സ്ഥാനാർത്ഥികളെയോ സ്വാധീനിക്കാൻ വേണ്ടി നേരിട്ടോ അല്ലാതെയോ പണമോ മറ്റ് പാരിതോഷികങ്ങളോ നൽകുന്നതിനെതിരെയാണ് ഈ വകുപ്പ് ചുമത്തുന്നത്. കുറ്റം തെളിയിക്കപ്പെട്ടാൽ വ്യക്തിയുടെ തിരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. 6 വർഷം വരെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അയോഗ്യതയും കൽപ്പിക്കപ്പെടാം. എഡിറ്റർ ലൈവ്, തിരൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.